ഹലോ കൂട്ടുകാരെ, നമ്മൾ ഉച്ചഭക്ഷണത്തിലേക്ക് കടന്നാലോ? എന്നാ വായോ. നമ്മൾ വെള്ളച്ചോറും തേങ്ങ വറുത്തരച്ചുള്ള സാമ്പാർ, തട്ടിക്കൂട്ട് സാമ്പാറാട്ടോ. പിന്നെ മുരിങ്ങയില തോരനും മീൻ വറുത്തതും. അപ്പോൾ റെസിപ്പിയിലേക്ക് നോക്കിയാലോ? എന്നാ വായോ. മീനും എടുത്ത് തുടങ്ങാം കേട്ടോ. മീൻതാ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ച് നമുക്ക് വറക്കാം. അങ്ങനെ ചോറ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മുരിങ്ങയില തോരൻ ഉണ്ടാക്കാം. നമുക്കൊരു ചെറിയൊരു തട്ടിക്കൂട്ട് സാമ്പാറും വയ്ക്കാം കേട്ടോ. മുരിങ്ങയിലേക്ക് ഞാനുണ്ടല്ലോ തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ച് അതിലേക്ക് ഇട്ടിട്ടുണ്ടേ. പിന്നെ സാമ്പാർ കേട്ടോ, ഞാൻ കുറച്ച് മുരിങ്ങക്കായല്ലേ, മുരിങ്ങക്കായും 2 കോവയ്ക്ക്, ഒരു ചേമ്പും, വെല്ലുള്ളി, കുറച്ച് ചെറിയ ഉള്ളി കേട്ടോ, അതും കൂടെ ഇട്ടതാ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടേ. അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് മീൻ മസാല പുരട്ടി വയ്ക്കാം കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, കരിവേപ്പില. മീൻ വറുക്കണേക്ക് മല്ലിപ്പൊടി ഇട്ട് വെച്ചോ കേട്ടോ. വറുത്ത് നോക്കണേ, അടിപൊളിയാട്ടോ, അപാര ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ മുരിങ്ങയില മഞ്ഞൾപ്പൊടി ഉപ്പും ആ തേങ്ങ ചതച്ചോളും കൂട്ടിയിട്ട് നന്നായിട്ട് ഞാൻ തിരുമ്മി വെച്ചിട്ടുണ്ടേ. അപ്പോഴേക്കും നമ്മളെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തേ. പിന്നെ നമ്മൾ തേങ്ങയൊന്ന് വറുത്തെടുക്കണം കേട്ടോ. തേങ്ങയ്ക്ക് ഞാൻ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ജീരകം, ഉലുവ, പിന്നെ കരിവേപ്പില, ഇതും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കായപ്പൊടി അടുത്ത് നന്നാക്കി മൂപ്പിച്ച് മാറ്റി വെച്ചിട്ടോ. പിന്നെ നമ്മൾ മുരിങ്ങയില തോരനാക്കണ്ടേ, എണ്ണ ഒഴിച്ചു ചെറിയുള്ളി ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് മുരിങ്ങയില അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. വഴറ്റി വന്നപ്പോഴേക്കും നമ്മളെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കഷ്ണത്തിലേക്ക് ഒരു തക്കാളി മുറിച്ചിട്ടിരുന്നു കേട്ടോ. തേങ്ങ അരച്ചത് നമ്മൾക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി അത് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. ഉപ്പ് ഞാൻ നോക്കിയിരുന്നു കേട്ടോ, ഉപ്പുണ്ട് കേട്ടോ, പാകത്തിനാണ് ഉപ്പേ. ഇനി അത് തിളച്ച് വന്നിട്ട് നമുക്ക് വറവിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മൾ മുരിങ്ങാത്തോരനുണ്ടല്ലോ നന്നായിട്ട് വാടി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കറി നല്ലതായിട്ട് തിളച്ചു. ഇനി നമുക്ക് വറവിട്ട് കൊടുക്കാം. ഇവിടെ നല്ല മഴയാണ് കേട്ടോ, നല്ല മഴ. അങ്ങനെ നമ്മളെന്താ എണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, ഉലുവ ഇട്ടു, വറ്റൽമുളക് ഇട്ടു, ചെറിയുള്ളി ഇട്ടു, പിന്നെ കരിവേപ്പില ഇട്ടു. ഇത് നന്നായിട്ട് വഴറ്റിയിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളെ നാട്ടിലേക്ക് നല്ല മഴയായിരിക്കും അല്ലേ? എല്ലായിടത്തും ഇപ്പം നല്ല മഴ ഉണ്ട് കേട്ടോ. ഇവിടേക്ക് നല്ല മഴയാണ്. ഞങ്ങളിതാണെങ്കിൽ റോഡ് കഴിഞ്ഞാൽ അപ്പം തന്നെ പുഴയാണ് കേട്ടോ. പെട്ടെന്ന് വെള്ളം കയറുന്ന സ്ഥലമാണ് ഇവിടെയൊക്കെ. അങ്ങനെ നമ്മൾ കറിയിലേക്ക് ഉണ്ടല്ലോ മൂപ്പിച്ചതെടുത്തു കേട്ടോ. കടുകൊക്കെ വറവിട്ടത് ഒഴിച്ചു കൊടുത്തേ. ഇനി നമുക്ക് മീൻ വറുക്കാം കേട്ടോ. മീനോടി വറുത്ത് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ ചോറുണ്ടാനാണ് കേട്ടോ. നമ്മളെ മീനൊക്കെ വറുത്തു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം മറക്കരുത് കേട്ടോ, എല്ലാവരും ചെയ്യണേ, ചെയ്യാതിരിക്കല്ല കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.